നേതൃത്വത്തിൽ ടി.വി.കെക്ക് സർക്കാർ രൂപീകരിക്കാൻ CPM പിന്തുണ നൽകിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോയാണിത്. തമിഴ്നാട് ജനത CPIM എന്ന പാർട്ടിക്ക് നന്ദി അറിയിക്കുന്ന മനോഹരമായ കാഴ്ച. ഈ തടിച്ചുകൂടിയ ജനങ്ങളുടെ അഭിവാദ്യവും സ്നേഹവും ഏറ്റുവാങ്ങി വരുന്ന മനുഷ്യനെ കണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPIM എന്ന പാർട്ടി തുടച്ചു നീക്കപ്പെട്ടു എന്ന് വാദിക്കുന്നവർക്ക് മറുപടി എന്നോണം ഗവർണറെ മുൻനിർത്തി BJP നടത്തിയ കള്ളക്കളി പൊളിച്ചതിനു ശേഷമുള്ള തമിഴ്നാട് CPM സ്റ്റേറ്റ് സെക്രട്ടറി P. ഷൺമുഖത്തിന്റെ വരവാണിത്. തമിഴ്നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും വേണ്ടി പതിറ്റാണ്ടുകളായി പോരാടുന്ന നേതാവാണ് P. ഷൺമുഖം. 1922 വാജാതി പീഡന കേസിലെ ഇരകൾക്ക് നീതി ലഭിക്കാൻ 30 വർഷം നിയമ പോരാട്ടം നടത്തിയ വ്യക്തി. CPIM തമിഴ്നാട് ഘടകത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. അധികാര സമവാക്യങ്ങൾക്കപ്പുറം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ശൈലിയുടെ തുടർച്ചയായാണ് ടി.വി.കെക്ക് നൽകിയ പിന്തുണയും വിലയിരുത്തപ്പെടുന്നത്. ഗവർണറുടെ ഇടപെടലുകൾക്കും BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നതാണ് തമിഴ്നാട്ടിൽ CPIM സ്വീകരിച്ച പ്രധാന അജണ്ട. ടി.വി.കെക്ക് നൽകിയ പിന്തുണ കേവലം ഒരു തിരഞ്ഞെടുപ്പ് സഖ്യമല്ല, മറിച്ച് സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഒരു ഇടപെടൽ കൂടിയാണ്. അധികാരമോഹമാണ് CPIMനുള്ളതെന്ന് പറയുന്നവർ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങളിൽ CPIM സ്വീകരിച്ച നിലപാടുകൾ പരിശോധിച്ചാൽ സത്യാവസ്ഥ എന്തെന്ന് ബോധ്യമാകും. 2004 ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ CPIM പുറത്തുനിന്ന് പിന്തുണ നൽകിയിരുന്നു. CPIM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജീത് ആയിരുന്നു അന്ന് UPA രൂപീകരണത്തിന് മുന്നിൽ നിന്നത്. 2004 ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മതേതര പാർട്ടികളെ ഒന്നിപ്പിച്ചത് സുർജീത് ആയിരുന്നു. ഡൽഹിയിലെ സുർജീത്തിന്റെ വസതി അക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും നിരന്തരം സുർജീത്തിനെ സന്ദർശിക്കുകയും സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി സോണിയാഗാന്ധി സുർജീത്തിന്റെ വസതിയിലെത്തി ചർച്ച നടത്തിയത് അന്ന് വലിയ വാർത്തയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ ഒരു ഇടതുപക്ഷ നേതാവിന്റെ ഉപദേശം തേടുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം വെളിപ്പെടുത്തുന്നതാണ്. 2004 ഒന്നാം UPA സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകി ജനപക്ഷ നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കാനാണ് CPIM നിലകൊണ്ടത്. മിനിമം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് സാധാരണക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഉറപ്പുകൾ പാലിക്കാനാണ് അന്നും ഇടതുപക്ഷം ശ്രമിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഇടതു പിന്തുണ നിർണായകമായിരുന്നു. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ അമേരിക്ക സിവിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട തർക്കമാണ് CPIMന്റെ നിലപാടിലൂന്നിയ രാഷ്ട്രീയം ലോകത്തിന് കാട്ടിക്കൊടുത്തത്. രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന വ്യവസ്ഥകൾ കരാറിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി CPIM UPA സർക്കാരിൽ നിന്നുള്ള പിന്തുണ പിൻവലിക്കുകയായിരുന്നു. മന്ത്രിസ്ഥാനങ്ങൾക്കോ അധികാരത്തിനോ വേണ്ടി തങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരിക്കലും പാർട്ടി തയ്യാറായില്ല. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നപ്പോൾ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് പറയുന്നവർക്ക് ഇനിയും നിലപാടിലൂടെയും ജനപക്ഷ തീരുമാനങ്ങളിലൂടെയും CPIM മറുപടി നൽകും.